ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ Sreelatha Jayachandran. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സ്റ്റാക്ക് ആയിരുന്നു അല്ലെ, പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ് ആൻഡ് പ്രിഫിക്സ് നൊട്ടേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്നും പറയാറുള്ളത് പോലെ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോർമലി ഒരു എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എഴുതുന്നത്? ഇപ്പൊ രണ്ട് വാല്യൂ ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പറയാം? നമുക്ക് a പ്ലസ് ബി എന്ന് പറയാം അല്ലെ. അപ്പൊ a പ്ലസ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്പറേറ്റർ എവിടെയാ വരുന്നത്? മിഡിലാണ് വരുന്നത് അല്ലെ. മിഡിൽ ഓപ്പറേറ്റർ വരുന്ന ഈ നൊട്ടേഷനെയാണ് എന്ത് പറയുന്നത്? ഇൻഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇൻഫിക്സ് മീൻസ് ഇൻ മീൻസ് മിഡിൽ. ഓക്കെ. അപ്പൊ ഇത് രണ്ട് ഓപ്പറൻസിന്റെ മിഡിലാണ് ഇവിടെ ഓപ്പറേറ്റർ വരുന്നത്. അതുകൊണ്ട് ഈ ടൈപ്പ് എക്സ്പ്രഷനെ പറയുന്നത് എന്താണ്? ഇൻഫിക്സ് എന്നാ പറയുന്നത്. ഓക്കെ. അതേസമയം പ്രീഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീ മീൻസ് എന്താണ്? ഓപ്പറേറ്റർ ഫസ്റ്റിൽ വരിക. പ്ലസ് എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? പ്രിഫിക്സ് നൊട്ടേഷനായി. ഓക്കെ, പ്രിഫിക്സ്. ഓക്കെ അല്ലേ? അതേ സമയത്ത് ഓപ്പറേറ്റർ ലാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ എ ബി പ്ലസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? പോസ്റ്റ്ഫിക്സ്. ഓക്കെ. അപ്പൊ ഇൻഫിക്സ്, പോസ്റ്റ്ഫിക്സ്, പ്രിഫിക്സ് അല്ലെ. അപ്പൊ ഈ ഓപ്പറേറ്റർ മിഡിൽ വന്നു കഴിഞ്ഞാൽ എന്തായി? ഇൻഫിക്സ് ആയി. ഫസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായി? പ്രിഫിക്സ് ആയി. അതുപോലെ ലാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായി? പോസ്റ്റ്ഫിക്സ് ആയി. ഓക്കെ. നമ്മൾ മൊബൈലിൽ തന്നെ പറയാറുണ്ടല്ലേ, പ്രീപെയ്ഡ്, പോസ്റ്റ് പെയ്ഡ് എന്ന് പറയാറുണ്ടല്ലേ. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം നമ്മൾ ചാർജ് അടയ്ക്കുന്നതിനാണ് പ്രീപെയ്ഡ് എന്ന് പറയുന്നത്. അതേസമയം ഒരു മാസം കഴിഞ്ഞിട്ട് ബില്ല് വന്നതിന് ശേഷം ആ കഴിഞ്ഞ മാസത്തെ ബില്ല് അടയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? പോസ്റ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ്? ഓപ്പറേറ്റർ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രിഫിക്സും ഓപ്പറേറ്റർ ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? പോസ്റ്റ്ഫിക്സുമാണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഏത് ഓപ്പറേഷനെ വേണമെങ്കിലും ഇൻഫിക്സിലോട്ടോ പ്രിഫിക്സിലോട്ടോ അല്ലെങ്കിൽ പോസ്റ്റ്ഫിക്സിലോട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. അത് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ പ്രിഫിക്സ് നൊട്ടേഷനെ പോളിഷ് നൊട്ടേഷൻ എന്നും പറയും. ഓക്കെ, പോളിഷ് നൊട്ടേഷൻ. ഓക്കെ. അതുപോലെ പോസ്റ്റ്ഫിക്സിന് പറയുന്നത് എന്താണ്? റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ. ഓക്കെ. ഇപ്പൊ പ്രിഫിക്സിനെ പറയുന്നത് എന്താണ്? പോളിഷ് നൊട്ടേഷൻ എന്നും പോസ്റ്റ്ഫിക്സിനെ പറയുന്നത് റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്നും പറയും. നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. കാരണം ചില സമയത്ത് ഒരു എക്സ്പ്രഷൻ തന്നിട്ട് റിവേഴ്സ് പോളിഷ് നൊട്ടേഷനിലോട്ട് മാറ്റാനോ അല്ലെങ്കിൽ റിവേഴ്സ് പോളിഷ് നൊട്ടേഷന്റെ അൽഗോരിതം എഴുതാനോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം അത് പോസ്റ്റ്ഫിക്സിന്റെ ആണ് അല്ലെ. അതുപോലെ പോളിഷ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിഫിക്സിന്റെ ആണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് കൺവേർഷൻ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചുകൂടെ നമുക്കിവിടെ പറയാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഒരു എക്സ്പ്രഷൻ പറഞ്ഞു. ഈ എക്സ്പ്രഷനെ എങ്ങനെയാണ് നമുക്ക് പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. പോസ്റ്റ്ഫിക്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇതൊരു ഇൻഫിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രിംഗ് ആണ്. നമുക്ക് ഇവിടെ STR എന്നോ STR1 എന്നോ ഒക്കെ കൊടുക്കാം. ഓക്കെ, ക്യാരക്ടർ അറേ ആയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സ്റ്റാക്ക് ആണ്. ഓക്കെ, ഒരു സ്റ്റാക്ക് വേണം. പിന്നെ വേണ്ടത് പോസ്റ്റ്ഫിക്സിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിംഗ് വേണം. ഓക്കെ, പോസ്റ്റ്ഫിക്സിന് വേണ്ടിയിട്ട് ഒരു സ്ട്രിംഗ് വേണം, ഒരു ക്യാരക്ടർ അറേ. അപ്പൊ ഇത് ഇൻഫിക്സിന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ അറേയും അതുപോലെ പിന്നെ ഔട്ട്പുട്ട് ചെയ്യുന്നത് എന്താണ്? പോസ്റ്റ്ഫിക്സിന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടർ അറേയും വേണം. അത് കൂടാതെ ഒരു സ്റ്റാക്ക്, അത് നമ്മൾ ഒരു നോൺ ഡയമെൻഷണൽ അറേ ആയിട്ടാണ് സ്റ്റാക്ക് പറയുന്നത് അല്ലെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഓരോ ക്യാരക്ടർ ആയിട്ട് അല്ലെ, നമ്മുടെ ക്യാരക്ടർ അറയിലാണ് റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ എലമെന്റ് ആയിട്ട് എടുക്കാം. എലമെന്റ് ആയിട്ട് എടുത്തതിന് ശേഷം അത് ഓപ്പറേറ്റർ ആണോ ഓപ്പറന്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓപ്പറന്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എ എന്ന് പറയുന്ന ഓപ്പറന്റ് ആണ്, ഇൻഡു എന്ന് പറയുമ്പോൾ എന്താണ്? ഓപ്പറേറ്റർ ആയി അല്ലെ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്ന ഓപ്പറന്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ പോസ്റ്റ്ഫിക്സ് പിന്നെ സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ എ എന്ന് പറയുന്ന ഫസ്റ്റ് ക്യാരക്ടർ എടുത്തു, അതിന് പോസ്റ്റ്ഫിക്സ് സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്തു, അതിന്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് അസൈൻ ചെയ്തു. വീണ്ടും എന്താ ചെയ്യുന്നത്? അടുത്ത ക്യാരക്ടർ എടുത്തു. അടുത്ത ക്യാരക്ടർ എടുത്തപ്പോ എന്താണ്? ഇൻഡു ആണ് അല്ലെ. ഇൻഡു എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ആകുമ്പോൾ എന്താ ചെയ്യാം? ഇവിടെ പുഷ് ചെയ്യും, ഈ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഇതൊരു സ്റ്റാക്ക് ആണ്. ഓക്കെ, ഇതൊരു സ്റ്റാക്ക് ആണ്. അപ്പൊ ഈ സ്റ്റാക്കിലോട്ട് അതിനെ എന്ത് ചെയ്തു? പുഷ് ചെയ്തു. പുഷ് ചെയ്തതിന് ശേഷം വീണ്ടും എന്താണ്? അടുത്ത ക്യാരക്ടർ നോക്കിയപ്പോ എന്താ? ഇതൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ്.
ഓക്കെ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ക്ലോസിംഗ് ബ്രാക്കറ്റ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം അല്ലെ. ഈ ഇൻഡുവിനേക്കാളും പ്രിഫറൻസ് ബ്രാക്കറ്റിനാണ് അല്ലെ. അപ്പൊ ഈ പ്രിഫറൻസ് നോക്കുന്ന സമയത്ത് എന്താണ് ഈ നമ്മുടെ പരാൻതീസിസിനകത്തുള്ളതിനാണ് പ്രിഫറൻസ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, അത് നമ്മളിവിടെ ഒരു പിന്നെ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ എന്ത് ചെയ്തു, ഇതിലോട്ട് പുഷ് ചെയ്തതിനു ശേഷം വീണ്ടും അടുത്ത് എന്താണ് വന്നത്, ബി ആണ് അല്ലെ. അപ്പൊ ബി എന്ന് പറയുന്ന ഒരു ഓപ്പറന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്തു അല്ലെ. വീണ്ടും എന്താ വന്നത്, ഇവിടെ പ്ലസ് വന്നപ്പോ എന്താണ് ഇതിലോട്ട് പുഷ് ചെയ്തു. പിന്നെ വന്ന എന്താണ് സി ആണ് അല്ലെ. സി എന്ന് പറയുന്നത് എന്താണ് ഓപ്പറന്റ് ആയതുകൊണ്ട് എന്തായി വീണ്ടും ഇതിലോട്ട് പുഷ് ചെയ്തു, സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്തു, പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്തു. പിന്നെ കാണുന്നത് എന്താണ് ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. അപ്പൊ ക്ലോസിംഗ് ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട എന്താ, ഓപ്പണിംഗ് വരെയുള്ള ഡാറ്റയെ നമ്മൾ കോപ്പി ചെയ്യണം. ഓപ്പണിംഗ് വരെയുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പ്ലസ് സിമ്പലാണ് വരുന്നത് അല്ലെ. അപ്പൊ എന്താണ് ആദ്യം ഈ പ്ലസ് സിമ്പലിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് പ്ലസ് ആയി. ഓക്കെ, പിന്നെ വരുമ്പോ അടുത്ത് എന്താണ് ഇതിനെ വീണ്ടും നോക്കുമ്പോ എന്തായി ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയി. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആകുമ്പോൾ അതിനെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ, അതിവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ, ഇവിടെ എ ബി സി പിന്നെ എന്ത് ചെയ്തു, പ്ലസ് എടുത്തു അല്ലെ. പ്ലസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് എന്താണ്, ഈ മൈനസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമ്മൾ പോപ്പ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, പോപ്പ് ചെയ്ത് പോയി. അപ്പൊ പിന്നെ വരുന്ന എന്താണ്, മൈനസ് ആണ്. മൈനസ് ആവുമ്പം എന്താ ചെയ്യേണ്ടേ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. പ്രിഫറൻസ് ഏതിനാ കൂടുതൽ നോക്കുക. പ്രിഫറൻസ് ഏതിനാ കൂടുതൽ, മൈനസും ആസ്ട്രിക്സും നോക്കുമ്പോ ഇൻഡു നോക്കുമ്പോ പ്രിഫറൻസ് കൂടുതൽ ഏതിനാണ്, ഇൻഡുവിനാണ്. അപ്പൊ ഇതിനെ വീണ്ടും ഇതിനെ പോപ്പ് ചെയ്തിട്ട് ഇവിടെ ഇൻഡു എഴുതി. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് ഇത് പോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞു അല്ലെ. വീണ്ടും അടുത്ത ക്യാരക്ടർ ഏതാണ്, ഇത് ഒരു മൈനസ് ആണ്. മൈനസിനെ ഇതിലോട്ട് പുഷ് ചെയ്യാം. മനസ്സിലായല്ലോ, മൈനസിനെ ഇതിലോട്ട് പുഷ് ചെയ്യാം. മൈനസിനെ ഇതിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്യാരക്ടർ എന്താണ്, ഡി ആണ് അല്ലെ. ഡി ആയപ്പോ എന്താ ചെയ്തേ, ഇവിടെ ഇതിലോട്ട് ആഡ് ചെയ്തു. ഓക്കെ, വീണ്ടും എന്താ വന്നത്, ഒരു ഓപ്പറേറ്റർ ആണ് വരുന്നത്. ഓപ്പറേറ്റർ വരുന്ന സമയത്ത് ഇവിടെ എന്താണ് വീണ്ടും ഇതിലോട്ട് പുഷ് ചെയ്തു. ഓക്കെ അല്ലെ. പുഷ് ചെയ്തതിന് ശേഷം പിന്നെ വന്ന ഏതാണ്, ഇ എന്ന് പറയുന്ന അടുത്ത ഒരു ക്യാരക്ടർ ആണ് വന്നത്, അതായത് ഓപ്പറന്റ് ആണ് വന്നത്. അത് അവിടെ കൊടുത്തു. അതിനുശേഷം അപ്പൊ എന്താ, ഇതിന്റെ സ്ട്രിങ്ങിന്റെ എൻഡ് ആയി. സ്ട്രിങ്ങിന്റെ എൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ നൾ ക്യാരക്ടർ സെർച്ച് ചെയ്തിട്ടാ പോകുന്നത് അല്ലെ, /0 ചെക്ക് ചെയ്താ പോകുന്നത്. അപ്പം സ്ട്രിങ്ങിന്റെ എൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇതിലുള്ള സ്റ്റാക്കിനകത്തുള്ള എല്ലാ ക്യാരക്ടറിനെയും, അതായത് ഓപ്പറേറ്ററിനെയും എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്യുമ്പോൾ ആദ്യം പോപ്പ് ചെയ്യുന്നത് എന്താണ്, ബിഗിനിങ്ങിലുള്ളതാണ് അല്ലെ. അതായത് ഡിവൈഡഡ് ബൈ വന്നു. അത് കഴിഞ്ഞ് പിന്നെ പോപ്പ് ചെയ്യുന്ന ഏതിനാണ്, മൈനസിനെയാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് പോപ്പ് ചെയ്യുന്നത് മൈനസിനെയാണ്. മനസ്സിലായല്ലോ. ഇതുപോലെ ഏത് എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിനെ സ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ് ഫിക്സിലോട്ട് എളുപ്പത്തിൽ തന്നെ കൺവേർട്ട് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് പ്രോഗ്രാം ആയിട്ട് ഇതിന്റെ അൽഗോരിതമായിട്ട് എഴുതാം. നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറയാം. എന്തൊക്കെയാണ് വേണ്ടത്, സ്ട്രിങ് നമ്മൾ റീഡ് ചെയ്തു അല്ലെ. ഇത് ക്യാരക്ടർ അറയ്ക്കകത്താണ് റീഡ് ചെയ്യുന്നത്. ഈ റീഡ് ചെയ്ത സ്ട്രിങ്ങിനകത്ത് ഫസ്റ്റ് വാല്യൂ എടുത്തു, ഫസ്റ്റ് പൊസിഷനിലെ എലമെന്റ് എടുത്തു. അപ്പൊ അത് ആദ്യം വരുന്ന എന്താണ്, ഒരു ഓപ്പറന്റ് ആണ്. ഓപ്പറന്റ് ആയപ്പോ നമ്മൾ എന്ത് ചെയ്തു, പോസ്റ്റ് ഫിക്സിലോട്ട് അസൈൻ ചെയ്തു അല്ലെ. പോസ്റ്റ് ഫിക്സിന്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് അസൈൻ ചെയ്ത് കൊടുത്തു, ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വന്ന എന്താണ്, ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ആയപ്പോ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു അല്ലെ. പിന്നെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണ് വന്നത്, അതും പുഷ് ചെയ്തു. അത് കഴിഞ്ഞ് ബി എന്ന് പറയുന്ന ഓപ്പറന്റ് ആണ് വരുന്നത് അല്ലെ. ബി പറയുന്ന ഓപ്പറന്റ് വന്നപ്പോ എന്ത് ചെയ്തു, പോസ്റ്റ് ഫിക്സിലോട്ട് ആഡ് ചെയ്തു. പിന്നെ വന്നപ്പോ എന്തായി, പ്ലസ് ആയി. പ്ലസ് കഴിഞ്ഞ് പ്ലസിനെയും എന്ത് ചെയ്തു, ഇതിലോട്ട് പുഷ് ചെയ്തു. പുഷ് ചെയ്ത് കഴിഞ്ഞ് സി എന്ന് പറയുന്ന വീണ്ടും ഓപ്പറന്റ് എടുത്തു. ഓപ്പറന്റ് എടുത്തു കഴിഞ്ഞപ്പം അടുത്ത ക്യാരക്ടർ വരുന്ന ഏതാണ്, ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണ്. ക്ലോസിംഗ് ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെയുള്ള എല്ലാ വാല്യൂവിനെയും പോപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിനിടയ്ക്ക് വരുന്ന ഒരു പ്ലസ് മാത്രമേ ഉള്ളൂ. ആ പ്ലസിനെ നമ്മൾ പോപ്പ് ചെയ്തെടുത്തു. ഓക്കെ, പ്ലസ് പോപ്പ് ചെയ്തെടുത്തു. പ്ലസ് പോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന എന്താണ്, പിന്നെ വരുന്നത് മൈനസ് വാല്യൂ ആണ്. അപ്പൊ മൈനസ് വാല്യൂ വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ആദ്യം ഉണ്ടായിരുന്ന ഓപ്പറേറ്റ് സ്റ്റാക്കിൽ ഉണ്ടായിരുന്ന സിംഗിൾ വാല്യൂ എന്ന് പറയുന്ന ഏതാണ്, ഇൻഡു ആണ് അല്ലെ. ആ ഇൻഡുവും മൈനസും ആയിട്ട് നമ്മൾ പ്രിഫറൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതിനാണ് പ്രിഫറൻസ് കൂടുതൽ, ഇൻഡുവിനാണ് പ്രിഫറൻസ് കൂടുതൽ. അപ്പൊ ഇൻഡു ഇവിടെ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാക്കിലോട്ട് മൈനസ് പുഷ് ചെയ്തു. പിന്നെ വരുന്ന വീണ്ടും ഓപ്പറന്റ് ആണ്. ഓപ്പറന്റ് ആയപ്പോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു അല്ലെ. ഇവിടെ വീണ്ടും ഡിവൈഡഡ് ബൈ വന്നു, ഇതിലോട്ട് പുഷ് ചെയ്തു. വീണ്ടും ഓപ്പറന്റ് വന്നു, ഇതിലോട്ട് ആഡ് ചെയ്തു
അല്ലെ? അപ്പൊ ഇവിടെ നൾ വാല്യൂ ആയി, അതായത് സ്ട്രിങ്ങിന്റെ എൻഡ് ആയി, /0 ക്യാരക്ടർ ആയി. /0 ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സ്റ്റാക്കിലുള്ള എല്ലാ എലമെന്റിനെയും ഇതിലോട്ട് പോപ്പ് ചെയ്ത് പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ എന്താണ് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ പറയുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ അൽഗോരിതം വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് സ്റ്റാക്കിൽ എങ്ങനെ ഡാറ്റ ആഡ് ചെയ്യണം, എങ്ങനെ ഏതൊക്കെയാണ് പോസ്റ്റ് ഫിക്സ് സ്ട്രിങ്ങിലോട്ട് ആഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പം വീഡിയോ കാണുന്നവർ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോരുത്. കമന്റ് ചെയ്യാൻ മടി കാണിക്കരുത്. ഓക്കെ, കമന്റ് ഒക്കെ വളരെ കുറവാണ്, വളരെ ചുരുക്കം കമന്റുകളെ ഇതിൽ കാണുന്നുള്ളൂ. അപ്പൊ കാണുന്നവരൊക്കെ കമന്റ് ഇടുക. ഓക്കെ, നമുക്ക് റിവ്യൂ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, ക്ലാസ് എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.